പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ നിന്നും ആനക്കേരളത്തിൽ വളർന്നുവരുന്ന ഒരു ഉശിരൻ ആനക്കുട്ടി. നന്ദിലത്ത് ഗ്രൂപ്പിന്റെ വലിയ ആന. വ്യവസായ പ്രമുഖനും അതിലുപരി ഒരു അസൽ ആനപ്രേമി കൂടിയായ ഗോപു നന്ദിലത്തിന്റെ ഉടമസ്ഥതയിലാണ് ഗോപാലകൃഷ്ണൻ എന്ന NGK ഇന്നുള്ളത്. നന്ദിലത്ത് വലിയ ഗോപാലന് ശേഷം ആ സ്ഥാനം അലങ്കരിക്കാനും പോന്ന ഒരു അസൽ ആൺപിറപ്പ് തന്നെയാണ് NGK, അതായത് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. സ്വദേശം ബീഹാർ ആണെങ്കിലും നാടൻ സൗന്ദര്യം ഒത്തിണങ്ങിയ ഒരു ആനച്ചന്തം. 1990-91 കാലഘട്ടത്തിൽ 4-ാം വയസ്സിലാണ് പട്ടിമറ്റത്തേക്ക് ബീഹാറിൽ നിന്ന് ഇവൻ എത്തുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു സ്ഥാനമാറ്റം ഫോർട്ട് കൊച്ചിയുടെ ഗ്ലാസ് കമ്പനിയിലേക്കും. എന്നാൽ അവിടെ നിന്ന് വീണ്ടും പട്ടിമറ്റത്തിലേക്കും തിരിച്ചു വന്നു. എന്നാൽ ആ തിരിച്ചുവരവ് നല്ലൊരു വരവായിരുന്നില്ല. പട്ടിമറ്റത്ത് വന്നതിന് ശേഷം അവന്റെ ചോരത്തിളപ്പിൽ 1-ാം പാപ്പാനെ അവൻ വകവരുത്തി. പിന്നീട് അവിടെ നിന്നും വിയ്യൂരിലേക്ക് കച്ചവടം ചെയ്തു. വിയ്യൂരിൽ നിന്ന് നന്ദിലത്ത് ഗോപു ഇവനെ കണ്ടിഷ്ടപ്പെട്ട് ഇവനെ വാങ്ങുകയും ചെയ്തു. അതോടുകൂടി നന്ദിലത്ത് ഗോപാലകൃഷ്ണന് മറ്റൊരു ജീവിതം തുടങ്ങുകയായിരുന്നു. കേരളത്തിലെ ഏറ്റവും മികച്ച പല പാപ്പാന്മാരും ഇവനിൽ ചുമതല ഏറ്റിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അവന് നല്ലൊരു മാറ്റം പ്രകടമായിട്ടുമുണ്ട്. നെട്ടൂരാൻ വിനയേട്ടൻ, പൂമനം നിബുയേട്ടൻ, മുറുക്കാൻ മണിയേട്ടൻ തുടങ്ങി നല്ല ചട്ടക്കാർ ഇവനിൽ ചുമതല ഏറ്റിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏതൊരു ഉത്സവത്തിനും കയറ്റി നിർത്താൻ പോന്ന ഒരു ഉശിരൻ ആനച്ചന്തമായി ഇവൻ മാറിയിരിക്കുന്നു. ഒരാനയ്ക്കു വേണ്ട എല്ലാ ലക്ഷണ തികവുകളോടും കൂടിയുള്ളവനായി മാറിയിരിക്കുന്നു. 18 നഖങ്ങൾ, കീറലോ തുളയോ ഇല്ലാത്ത നല്ല ചെവി, മികച്ച നടയമരങ്ങൾ, വീണെടുത്ത അകന്ന കൊമ്പുകൾ, സാമാന്യം നല്ല നീണ്ട തുമ്പിക്കൈ, അങ്ങനെ നീളുന്നു ഇവന്റെ സവിശേഷതകൾ. എന്നാൽ ഇപ്പോൾ ഇവന്റെ ചട്ടക്കാരൻ മണ്ണാർക്കാട് ശശിയേട്ടനാണ്. മറ്റ് ആനച്ചട്ടക്കാരെക്കാൾ വ്യത്യസ്തത നിറഞ്ഞതാണ് മണ്ണാർക്കാട് ശശിയേട്ടന്റെ രീതി. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപായിരുന്നു ശശിയേട്ടൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണനിൽ ചട്ടക്കാരനായി കയറിയത്. അതിനു മുൻപ് സുനിയേട്ടനായിരുന്നു ഇവന്റെ ചട്ടക്കാരൻ. മണ്ണാർക്കാട് ശശിയേട്ടൻ തിരുവമ്പാടി ചന്ദ്രശേഖരനിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് NGKയിലെത്തുന്നത്. പ്രായത്തേക്കാൾ വളർച്ചയുള്ള നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ കേരളത്തിലെ ഉയരക്കേമന്മാരോട് പൊരുതാൻ കെൽപ്പുള്ളവനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു കൊമ്പന്മാരോടൊപ്പവും അവനെയും കയറ്റി നിർത്താൻ പോന്ന ഒരു ഉശിരനായി അവനും മാറിക്കഴിഞ്ഞു. കേരളത്തിലെ ഉയരക്കേമന്മാരോട് പൊരുതാൻ കെൽപ്പുള്ളവനായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ. ഇപ്പൊ കുറച്ചു നാളായി ഇവൻ നീരുകാലത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പൂരാഘോഷങ്ങളിൽ ശശിയേട്ടനോടൊപ്പമായിരിക്കും നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എത്തുക. നീരുകാലം കഴിഞ്ഞ് ആരോഗ്യവാനായി തിരിച്ചു വരാൻ കഴിയട്ടെ എന്നും ഇനിയുള്ള പൂരാഘോഷങ്ങളിൽ സജീവമായി മാറാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു.